ശ്രീ എം നൌഷാദ്, ഇപ്പോൾ നിരവധി ആരോപണങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയ ഗുരുതരമായ ഒരു ആരോപണമുണ്ട്. അതായത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് CPM നൽകിയ സ്പോൺസറായിരുന്നു വയാസ് എന്നും ഇപ്പോൾ ഒരു നന്ദി കാണിക്കലാണ് ഈ കരാറിലൂടെ ഈ നീക്കത്തിലൂടെ നടത്തിയിരിക്കുന്നതെന്നുമായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത്. അതിനോടുകൂടി എങ്ങനെ നോക്കിക്കാണുന്നു? ഞാൻ പറഞ്ഞ ആദിത്യൻ ഈ ആങ്കറുടെ റോൾ എടുക്കണം, മനസ്സിലായില്ലേ? തീർച്ചയായും വക്താവെന്ന് പറഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്ന ഈ വിവരക്കേടിന് ചോദ്യം ചോദിക്കുക എന്ന് പറയുന്നത് ആർക്കെന്ത് ആരോപണമാണ് പറയാൻ പറ്റാത്തത്? ഞാനതാ ചോദിച്ചത്. ഓരോരുത്തർ ആരോപണങ്ങൾ പറയുക. ഒന്ന് പഞ്ചായത്ത് രാജ് നിയമം തന്ന് ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ അതിനുള്ള മറുപടി നൽകേണ്ടത് എന്തുകൊണ്ടാണ്? ഇദ്ദേഹത്തിന്റെ കാർമ്മികത്വത്തിലായിരുന്നോ അത് നടന്നത്? എന്തുവാ സ്പോൺസർഷിപ്പ്? ഞങ്ങൾക്കൊരു ഉപതെരഞ്ഞെടുപ്പിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഒരാളിന്റെയും സ്പോൺസർഷിപ്പിന്റെ ആവശ്യമില്ല. സ്പോൺസർഷിപ്പ് വാങ്ങിച്ച് ശീലമുള്ളവർക്ക് അങ്ങനെ തോന്നാം. അതിന്റെ ഭാഗമായി അങ്ങനെ തോന്നിയതായിരിക്കും. ചെയ്ത് ശീലമുള്ളവർക്ക് അങ്ങനെ തോന്നുമല്ലോ, അങ്ങനെ ആയിക്കോട്ടെ, അതിന്റെ ഭാഗമാണ്. ഈ മറുപടി അർഹിക്കാത്ത ചോദ്യങ്ങൾ, ഞാൻ അതിന് മറുപടി അർഹിക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതവിടെ തീർന്നു. രണ്ട്, ഇപ്പൊ പഞ്ചായത്ത് പോലും അറിഞ്ഞില്ല. ഈ പഞ്ചായത്ത് രാജ് നിയമം കൃത്യമായി മനസ്സിലാക്കുക. പഞ്ചായത്ത് അറിയേണ്ടത് എപ്പോഴാ? പഞ്ചായത്തിന്റെ ലൈസൻസ് എപ്പോഴാ? ഗവൺമെന്റ് തത്വത്തിൽ അംഗീകാരം കൊടുത്തതേ ഉള്ളൂ. ഇവിടെ നേരത്തെ ശ്രീ വിഷ്ണു ഒക്കെ എന്തൊക്കെ വർത്തമാനമാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞത് ഇവിടെ നിലവിൽ നമുക്ക് ഡിസ്റ്റിലറികൾ ഉണ്ട്, അല്ലേ? 15ഓളം ഡിസ്റ്റിലറികൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അതെ. ഇത് അതിനാവശ്യമായ ഡിസ്റ്റിലറികൾ പ്രവർത്തിപ്പിക്കുന്നതിനാവശ്യമായ എഥനോള് എന്ന ഉൽപ്പന്നം പുറത്തുനിന്നാണ് കൊണ്ടുവരുന്നത്. ഇതിന് എതിരായി നിൽക്കുന്ന ആരാന്ന് ചോദിച്ചാൽ 9.5 കോടി ലിറ്ററാണല്ലോ കഴിഞ്ഞ വർഷം കൊണ്ടുവന്നത് ഔദ്യോഗികമായി. അപ്പം ഇത്രയും കഴിഞ്ഞ ഒരു വർഷം മാത്രം. അപ്പൊ പതിറ്റാണ്ടുകളായി ഇത് ഇവിടുന്ന് പുറത്തുനിന്ന് കൊണ്ടുവരുന്നത് കർണാടകയാണ് അതിന്റെ ഒരു കേന്ദ്രം. അവിടെ നിന്നാണ് ഇത് കൊണ്ടുവരുന്നത്. അപ്പൊ അവിടുന്ന് ഇത് കൊണ്ടുവരുമ്പോ സ്വാഭാവികമായിട്ടും എത്ര കോടിയുടെ ബിസിനസ്സാണ് കർണാടകക്കാർക്ക് നഷ്ടപ്പെടുന്നത്. അപ്പൊ കർണാടകത്തിലെ ഈ ലോബിയുടെ എഥനോൾ കമ്പനി ലോബികളുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയ അവരുടെ സ്പോൺസർഷിപ്പിലാണ് മാങ്കൂട്ടം പോലുള്ളവർ വന്നിരുന്നിട്ട് ഈ വർത്തമാനം പറയുന്നത്. ഇവിടെ എഥനോൾ ആവശ്യമുണ്ടോ ഇല്ലയോ? അതില് താങ്കൾ പറയൂ. തീർച്ചയായും ആവശ്യമുള്ള സാധനം ഇവിടെ ഉത്പാദിപ്പിക്കുന്നു. ഇവിടെ ആവശ്യമുള്ള സാധനം പുറത്തു പോയി വാങ്ങിക്കണം എന്ന് പറയുക. പിന്നെ പ്രധാനപ്പെട്ട ശ്രീ അൽകുമാർ, ഞാൻ പറഞ്ഞ അദ്ദേഹം ആദ്യം പരിസ്ഥിതി പ്രവർത്തകൻ എന്നുള്ള അർത്ഥത്തിൽ സമരം ചെയ്യുന്ന, അതിനുവേണ്ടി പ്രവർത്തിക്കുന്നു. പരിസ്ഥിതിക്ക് ദോഷം വരാത്ത തരത്തിൽ മന്ത്രി തന്നെ കൃത്യമായി പറഞ്ഞു, ജലചൂഷണം ഇല്ല എന്ന് ഉറപ്പ് വരുത്തിക്കൊണ്ടേ ചെയ്യൂ എന്ന് പറഞ്ഞ അത് കേൾക്കണ്ടേ? ഇത് തുടങ്ങുമ്പോ അത് മനസ്സിലാക്കാമല്ലോ. ജലചൂഷണം അനുവദിക്കുന്ന പ്രശ്നമേ ഇല്ല. ജലചൂഷണം ഇല്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ അൽകുമാർ മറുപടി പറ, ഞങ്ങൾ ഇതിന് സപ്പോർട്ട് എന്ന് പറയണം. ജലചൂഷണമാണ് നിങ്ങൾ ഉയർത്തിയത്. ജലചൂഷണത്തിന്റെ പ്രശ്നം ഉദിക്കുന്നില്ല. അത് ജലം ഇതിനാവശ്യമായ ജലം എങ്ങനെ കണ്ടെത്തും എന്നുള്ളത് നമുക്ക് ബോധ്യപ്പെടുന്ന തരത്തിൽ ബോധ്യപ്പെട്ടാൽ ഇതിനെ ഞങ്ങൾ പിന്തുണയ്ക്കും എന്ന് പറയുമോ? അങ്ങനെയാണ് പറയേണ്ടത്. ഞാൻ പറയുന്ന അങ്ങനെ ബോധ്യപ്പെട്ടാൽ പിന്തുണച്ചാൽ മതി എന്നാണ് എൻ്റെ അഭിപ്രായം. ജനങ്ങളെ അത് ബോധ്യപ്പെടുത്തിക്കൊണ്ട് മാത്രമേ നമ്മളിത് ചെയ്യുകയുള്ളൂ. ഇവിടെ എന്തിനും ഏതിനും അഴിമതി ആരോപണവും പറയുക. പിന്നെ വിഴിഞ്ഞം പദ്ധതി നടപ്പിലാക്കണമെന്ന് പറഞ്ഞിട്ടാണ് മനുഷ്യച്ചങ്ങല പിടിച്ചത് കേട്ടാ. വന്നിരുന്നിട്ട് പറയുമ്പോ നമുക്ക് ഈ വിഷയത്തിലേക്ക് സമയത്തിന്റെ പരിമിതി ഉള്ളതുകൊണ്ട് ആ വിഷയത്തിൽ അന്നേരം ഇടപെട്ടില്ലല്ലോ. അന്നേരം സമയം ഉണ്ടായിരുന്നു. നമുക്ക് അവസാന റൗണ്ട് ആയിരുന്നു. പറഞ്ഞു പോയതങ്ങ് പറഞ്ഞു പോകാൻ പറ്റും. തീർച്ചയായും കംപ്ലീറ്റ് വിഴിഞ്ഞം പദ്ധതി നടപ്പിലാക്കണം എന്ന് പറഞ്ഞിട്ടാണ് അതിനെ നേരെ തിരിച്ച്. അത് BJPയുടെ സ്ഥിരം ശൈലിയാണ്. ആടിനെ പട്ടിയാക്കുന്ന നിലപാടാണല്ലോ അവർക്കുള്ളത്. അത് തുടരുന്നു എന്നുള്ളതേ ഉള്ളൂ.